എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് മനുഷ്യൻ പറഞ്ഞു ഏറ്റവും വലിയ ശക്തിമാൻ മനുഷ്യനാണ്. അനേക കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിലൂടെ ചെയ്യുന്നു. പക്ഷേ മരണത്തിന് മുമ്പിൽ സകല മനുഷ്യനും മുട്ടുമടക്കും. അതുകൊണ്ടാണ് കവിയത്തിൽ ഇങ്ങനെ പാടിയത്: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കാലചക്ര വിഭ്രമത്തിൽ അമർന്നുപോയി. പിന്നെ നമുക്കെന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ എന്ന് പാടിയത്. എന്നാൽ മരണത്തിന് മുമ്പിൽ സകലരും, അതുകൊണ്ടാണ് 10,000 നില കെട്ടിപ്പെടുന്നാലും അതിൻ്റെ മുകളിൽ മൃത്യു നിന്നെ പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചു, ലോകത്തിലെ ഏറ്റവും ശക്തിമാൻ മരണമാണ്. അങ്ങനെ മരണത്തിനടുക്കൽ ചെന്നു. മരണം പറഞ്ഞു, അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ഞാനാണ്. ഏതു മനുഷ്യനെയും ഒരു നിമിഷം കൊണ്ട് എൻ്റെ മുമ്പിൽ അവരെല്ലാം മുട്ടുമടക്കിയ ചരിത്രമേ ഉള്ളൂ. അങ്ങനെ മരണം, അതെ, ലോകത്തിലെ ശക്തിമാൻ ഞാനാണ്. മരണം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നിട്ട് മരണം ഒരു കാര്യം പറഞ്ഞു: ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവനെ ഞാൻ വാരി തുടർന്നു. സകലരും പറഞ്ഞു അവനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ അവനെ ഞാൻ വാരി തുടർന്നു. എന്നാൽ 3 ദിവസമേ എനിക്ക് അവനെ എൻ്റെ കയ്യിൽ ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ ദിവസം, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയവൻ ആരാണെന്ന് ചോദിച്ചാൽ മരണം പറയാം, ഒരുവനുണ്ട്, അവന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം